ഹലോ, ഇന്ന് എൻ്റെ ഇക്കാൻ്റെ വീട്ടിലാട്ടോ നോമ്പ് തുറ. അപ്പം എങ്ങനെയാ എൻ്റെ കൂടെ ഞങ്ങൾ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ട് വരൂ. അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ. അസ്സലാമു അലൈക്കും. ഇതാണ് എൻ്റെ അമ്മായിയമ്മ, അതായത് എൻ്റെ ഇക്കാക്കൻ്റെ ഉമ്മ ആണെങ്കിലും എൻ്റെ ഉമ്മ മാതിരി. ഇതെൻ്റെ നമ്പർ വൺ ഇളയച്ചൻ. ഈ നമ്പർ 1ൻ്റെ വൈഫാണ് ഇത് ജെബി എന്താ കളിക്കുന്നത്? നാരങ്ങ വെള്ളം എന്ന് പറയാട്ടോ. ഞാൻ നേരത്തെ നമ്പർ 1 എന്ന് പറഞ്ഞില്ലേ, ഈ വരുന്നതാണ് എൻ്റെ നമ്പർ 2 ഇളയച്ചൻ. ഈ ഇളയച്ചൻ്റെ വൈഫാണ് സന. ഇതാണ് സന. പിന്നെ നോമ്പറാന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടാണല്ലോ നമ്മളെ സമൂസ. അപ്പോൾ സമൂസക്കുള്ള പത്തിരി പരുത്താണ് എൻ്റെ ഉമ്മ. അങ്ങനെ പത്തിരി പരുത്തലൊക്കെ കഴിഞ്ഞ് സമൂസ നിറച്ച് വെച്ചിരിക്കുന്നത്. അതെല്ലാം എടുത്ത് സന പൊരിക്കാൻ നിൽക്കുകയാണ്. സന പറഞ്ഞ് ഞാൻ പൊരിച്ചോളാം. അവൾ പൊരിക്കാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ പറയാതാ കരിഞ്ഞു പോയതൊന്നും താത്ത വീഡിയോ എടുക്കല്ലേ എന്ന് പറയാട്ടോ അവൾ. അപ്പോൾ മക്കളെന്താ ചെയ്യുന്നതെന്നൊന്ന് പോയി നോക്കാം. റൂമിൽ പോയി നോക്കിയപ്പോൾ രണ്ടാളും അവിടെ ബേബീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ കാക്കൻ്റെ വീട്ടിൽ വന്നാൽ നല്ല മക്കളായതുകൊണ്ട് കുറേ ഇളയച്ചൻ്റെ 2 മക്കൾ, ഒരു ഇളയച്ചൻ്റെ 1 മോള്, എല്ലാവരും കൂടി ആയതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. ഇതൊക്കെ എൻ്റെ ഇളയച്ചന്മാരെ മക്കളാട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഉന്നക്കായി ആക്കാന്ന് വെച്ചിട്ട് ഉന്നക്കായിൻ്റെ പഴം പുഴുങ്ങാനിട്ട സമയത്ത് പഴം ചതിച്ചു ഗായ്സ്. പഴം മൊത്തത്തിൽ കല്ല് പഴമായി. എന്നിട്ട് അവസാനം ഞാൻ മിക്സിയിലിട്ടിട്ടത് അടിച്ച്. എന്നിട്ട് ഉന്നക്കായി റെഡി ആവായിട്ട് ഉന്നപ്പന്താക്കി ഞങ്ങളെല്ലാം കൂടി. അത് ഉരുട്ടിയിട്ട് പുതിയ ഐറ്റായില്ലേ ഉന്നപ്പന്ത്. ഉന്നക്കായിൻ്റെ പഴം പുഴുങ്ങിയതും പിന്നെ മുട്ട ഒലത്തിയതുമായിട്ട് അങ്ങനെ ഉന്നപ്പന്ത് ഒരു പേര് വിട്ട്. പൊരിച്ച് കോരുന്ന ഞങ്ങളെ പുതിയ ഐറ്റം ഉന്നപ്പന്ത്. അപ്പം ഞങ്ങൾ നല്ലളത്തമ്മായി വരുന്ന ഉസേബമ്മായിൻ്റെ മരോള് സുൽത്താനി. അമ്മായി എത്തിയപ്പോഴത്തേക്ക് ഉമ്മ ഹാപ്പിയായി. ഉമ്മ നാത്തൂനോട് കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ മാമനാണ്, ഉസേബമ്മായിൻ്റെ പിയാപ്പിളാണ്. ആ ടൈമിൽ നാഹിദ വരുന്ന. നാഹിദ എന്ന് പറയുന്നത് എൻ്റെ ഇക്കാക്കൻ്റെ പെങ്ങൾ. അവൾ വന്ന പാടെ എന്നെ ജെബിനോട് കത്തിയടിച്ച് നിൽക്കുക. പിന്നെ അടുത്തത് വരുന്ന ഞങ്ങളെ പയ്യാനക്കൽ അമ്മായി മാനുമ്മായിൻ്റെ മോനാണ് മോണ്ടൻ. എൻ്റെ നമ്പർ 1 വത്തക്കയായിട്ട് വന്നിക്കുന്നത്. അപ്പം എങ്ങനെ വത്തക്ക കിട്ടിയില്ലേ, മുഹബത്ത് കസർബത്ത് തന്നെ അങ്ങോട്ട് പിടിക്കാന്ന് വെച്ച് കലിക്കലോട് കലിക്കൽ. അപ്പം ആ നേരം നായിത ലേറ്റായിട്ട് വന്നിട്ട് താൻ പണി എടുത്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി ഒരു കോപ്രാളക്കളി. അപ്പം മുന്നേ വന്ന് ഷെഫീക്ക് വന്ന് അപ്പത്തേക്ക് ടൈമായി. ബാങ്ക് വിളിക്കാനുള്ള ടൈമായപ്പം ജഗ പുക. അപ്പം എല്ലാവരും കൂടി വേഗത്തെടുക്കപ്പെട്ട് സാധനമൊക്കെ എടുത്തൊക്കെ കേട്ടോ. ബാങ്ക് വിളിക്കാനായതുകൊണ്ട് ജഗ പുക ആക്കിയിട്ട് എല്ലാവരും ഇരുത്തണമല്ലോ. അതിൻ്റെ ഒരു വെപ്രാളും കളികളൊക്കെ കേട്ടോ എല്ലാവരും കൂടി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ബാങ്ക് വിളിക്കാൻ നേരമായപ്പോഴത്തേക്ക് തന്നെ എല്ലാ സാധനവും സെറ്റായി. ഞങ്ങളെല്ലാവരും ബാങ്ക് വിളിച്ചു. അൽഹംദുലില്ലാ ബിസ്മി ചൊല്ലി നോമ്പ് തുറന്ന്. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയും പായ് വിരിച്ച് ചുറ്റിനിരുന്ന് മക്കളും അമ്മായിൻ്റെ പിയാപ്പിളി നമ്മളും എല്ലാവരും നല്ല രസമാട്ടോ ഇങ്ങനെ നോമ്പ് തുറക്കാൻ. നോമ്പ് തുറ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ സമയം ഫുഡ് കഴിക്കുന്നത്. ആ ഒരു രസം വേറെ തന്നെ കേട്ടോ. ഇത് ഇളയച്ചീൻ്റെ ഉമ്മയും അനിയത്തി കേട്ടോ. അവരും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ നോമ്പ് തുറക്കാൻ. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായി ഈ റമളാൻ മാസത്തെ ഈ ഒരു നോമ്പും നൂറ്റി വീട്ടാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം. യോ കാണിക്കുന്നത് മുന്നാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ യോ എന്ന് കാണിക്കുകയാണ്. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം മാമനുണ്ടാക്കിയ ബീഫ് മുളകിട്ടത്, കോഴി പൊരിച്ചത്, പിന്നെ നൂൽപുട്ടുണ്ട്, നെയ്ച്ചോറുണ്ട്, പൊറാട്ട ഉണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും തറാവിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച്. ഇതാണ് നാഹിദൻ്റെ ഹസ്ബൻഡ്, മാമന്, അമ്മായി. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.